ഇനി നമുക്ക് ഊഴം കാത്തിരിക്കുന്ന ഒരു മേഖല, അതായത് പൃഥ്വിരാജ് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഊഴം കാത്തിരിക്കുന്ന ഒരു മേഖല ഏതാണ്? ഡയറക്ഷൻ അങ്ങനെയാണോ? അല്ല, എന്തെങ്കിലും ഒരിക്കൽ ഒരു സ്വന്തം സംവിധാന സംരംഭം ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിന് സമയം അത്ര എളുപ്പമല്ല. ഇത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ തമ്മിൽ കുറച്ചുകൂടെ എളുപ്പം അഭിനയമാണ്. ഫ്രാങ്ക്ലി എപ്പോഴും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ടഫസ്റ്റ് ജോബ് ഇസ് ഡയറക്ടിങ്. എപ്പോഴും നമ്മൾ ലൊക്കേഷനിൽ വന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഡയറക്ടർ കസേരയിട്ടിരിക്കുന്നു, മോണിറ്ററിന്റെ ഫ്രണ്ടിൽ ഒന്നുകിൽ ഒരാൾ കുട പിടിച്ചു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മോണിറ്ററിൽ ഒരു സൺഷെയ്ഡ് ഉണ്ടാവും, മൈക്കിലൂടെ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ അത് പരിപാടി ഭയങ്കര പാടാ. ജിത്തു ജോസഫിന്റെ സെറ്റിൽ വരുന്ന ആക്ടേഴ്സിനെ ഹൗ യു മോൾഡ് ദം? ആക്ച്വലി ഞാൻ ഒരിക്കലും ഇത് ചെയ്യുന്നൊരു കാര്യം എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടറും കാര്യങ്ങളും പറഞ്ഞാൽ അവരുടേതായ രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ശരിക്കും അത് എൻ്റെ ഒരു ആംഗിൾ, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അതൊക്കെ ഒരു അബദ്ധധാരണ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ എല്ലാ സിനിമകളിലും എല്ലാ ക്യാരക്ടറിനും ഒരു ഷെയ്ഡ് ഉണ്ടാവും അതിൻ്റെ, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ രാജു വന്ന് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, അത് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, അപ്പോൾ അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയാൽ രാജു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം, ചിലപ്പോൾ രാജുവിനെ എൻ്റെ വേറൊരു വേർഷൻ ചെയ്തു, അങ്ങനെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണല്ലോ അവർ ഇതിൽ ഏതൊരു റൈറ്ററും ഒരു തിരക്കഥ എഴുതി കഴിയുമ്പോൾ അതിന്റെ എൻഡിൽ ഒരു ഏരിയ ഉണ്ട്, അവരുടെ ഒരു റൈറ്ററിന്റെയോ ഡയറക്ടറിന്റെയോ കൺട്രോൾ അല്ലാത്ത ഒരു ഏരിയ ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇറ്റ്സ് കോൾഡ് ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ജിത്തു അഭിനയിച്ച് കാണിക്കില്ല എന്ന് പറഞ്ഞു, ജിത്തു അഭിനയിച്ച് കാണിച്ചാൽ പോലും, അഭിനയിച്ച് കാണിച്ചിട്ടൊക്കെ ഉണ്ടോ, അഭിനയിച്ച് കാണിച്ചാൽ പോലും ജിത്തു അഭിനയിച്ച് കാണിക്കുന്നത് കണ്ടിട്ട് ഒടുവിൽ അത് ചെയ്യുന്ന വേറൊരു വ്യക്തിയാണല്ലേ, അതിനെ നമുക്ക് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതൊരു ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിനൊന്നാമതൊരു റൈറ്റർ ഡയറക്ടർ പ്രിപ്പയർഡ് ആയിരിക്കണം. ജിത്തു ജോസഫിന്റെ ഒരു മൂവി എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് ഇറ്റ് വിൽ ബി എ ക്ലീൻ മൂവി, അത് നല്ലൊരു പിക്ചറൈസേഷൻ ഉള്ള, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതും അതുപോലെ തന്നെ ആയിരിക്കുമോ? ഞാൻ എൻ്റെതായ രീതിയിലൊരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമകൾ ആൾക്കാർക്ക് അതൊരു ക്ലീൻ മൂവിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഊഴം തോന്നുമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഊഴം വരെയുള്ള ജിത്തുവിന്റെ കരിയറിൽ ജിത്തുവിന്റെ ഏറ്റവും ടെക്നിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള സിനിമ മെമ്മറീസ് ആയിരുന്നു. ഏറ്റവും വലിയ സക്സസ് ദൃശ്യമാണ് ഓഫ്കോഴ്സ്. പക്ഷെ ദൃശ്യം ഒരു വളരെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അതായത് ആൾക്കാർക്ക് ഒരു തരത്തിലും ഡിസോറിയന്റഡ് ആകാതെ വളരെ വ്യക്തമായി കഥ പറഞ്ഞു പോകുക എന്നുള്ളതാണ് ദൃശ്യത്തിൽ ഒരു സംവിധായകൻ ചെയ്യേണ്ടതും ചെയ്തതും. മെമ്മറീസ് ആക്ച്വലി കുറച്ച് ടെക്നിക്കലി ചാലഞ്ചിങ് ആണ്, അതിന്റെ ഒരു കൺസെപ്ഷൻ ഫോമാറ്റും കാര്യങ്ങളും എല്ലാം. ഊഴം മെമ്മറീസിനെക്കാട്ടി ചലഞ്ചിങ് ആണ്. ഊഴം ഷൂട്ട് ചെയ്യാൻ പാടുള്ള സിനിമയാണ്. അത് എനിക്ക് തോന്നുന്നു ജിത്തു ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്ത സിനിമ ഊഴം തന്നെയായിരിക്കും. അതിന് കാരണമുണ്ട്, അത് സിനിമ കാണുമ്പോൾ. ഓക്കെ, നമുക്ക് ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പറയാം. രണ്ട് പുതുമുഖ നായികമാർ വരുന്നു, അപ്പോൾ അവരെ കുറിച്ചൊന്ന് പറയാം. ദിവ്യ പിള്ളൈ, ഇവർ രണ്ടുപേരും ആക്ച്വലി ഓരോ പടം ചെയ്തതാണ്. രസ്ന ഒരു തമിഴും ചെയ്തു, മലയാളത്തിൽ ഒരു എനിക്ക് വേണം ഒരു കുറച്ച് വർഷം മുമ്പ് ഒരു അവാർഡ് പടം ചെയ്തതാണ്. രണ്ടുപേരും വന്നപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാനും രാജുവും ഒക്കെ രാജുവിന് ഇച്ചിരി കൂടുതൽ വെടിയുണ്ടായിരുന്നു തോന്നുന്നു, എന്തിനാന്ന് എനിക്കും അറിയില്ല. അപ്പോൾ വന്നു, പക്ഷെ അവർ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. മൂന്ന് കാര്യങ്ങൾ, അതായത് പൃഥ്വിരാജിൽ ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ പറയാം. ഇത് തിരിച്ചും പറയണം. അല്ല, എനിക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിയോ നടനോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുറന്ന് കാര്യം പറയാം, ജെന്യുവൻ ആയിട്ട് കാര്യം പറയാന്നുള്ളത്. ചുമ്മാ അല്ലാതെ ഒളിച്ചു പറഞ്ഞു ജിത്തു അത് ശരിയല്ല, അത് കൊള്ളിയല്ല, അല്ലെങ്കിൽ ജിത്തു അതിങ്ങനെ. ഇപ്പം ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഡിസ്കഷനകത്തൊക്കെ അത് പലയിടത്തും വന്നിട്ടുണ്ട്, ജിത്തു എനിക്ക് ആ ഏരിയ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അപ്പം ഞാൻ പറയും അത് ഇങ്ങനെയാണ്, അങ്ങനെയായിരുന്നു എന്നാൽ ഓക്കെ, അതിപ്പം എനിക്ക് ഓക്കെ ആ പ്രശ്നമുണ്ടല്ലോ, നമുക്കെന്നാൽ മാറ്റാം. അതൊരു ഓപ്പൺ ഡിസ്കഷനാണ്. ഈ സിനിമയിൽ നമ്മൾ ഈഗോ ഉണ്ടാകാൻ പാടില്ല, ഒരു മ്യൂച്വൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് രാജുവിൻ്റെ ഏറ്റവും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ ഈസ് ഹൈലി പ്രൊഫഷണൽ. വളരെ പണ്ട് എനിക്ക് ആദ്യം നമ്മൾ തമ്മിൽ കാണുന്നത് എനിക്കൊന്ന് മെമ്മറീസിന്റെ കഥ. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ സൂപ്പർ സ്റ്റാർ ജിത്തു ജോസഫ് അല്ല. ഒരു സിനിമ ചെയ്തു, നല്ല സിനിമയാണെന്ന് ആൾക്കാർ പറഞ്ഞു, രണ്ടാമത്തെ സിനിമ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിൽം മേക്കറാണ്, അതെനിക്കറിയാം. അന്നത്തെ കാലത്തും ജിത്തു എന്നോട് പറയുന്നത് എൻ്റെ അടുത്ത സിനിമയല്ല ഇത്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്ത് ഞാൻ ചെയ്യുന്ന വേറൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ സിനിമ ആരാ? അപ്പോൾ അതിൻ്റെ കഥ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല, അപ്പൊ അതിനെ ഞാൻ അടുത്ത് ചെയ്യൂ. എനിക്ക് ധൃതിയില്ല, 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് മതി, കുഴപ്പമില്ല. എനിക്ക് ഇപ്പോഴും അറിയാം. ഇപ്പോൾ അത് നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്കറിയാം ജിത്തുവിന് ഇപ്പം ഇനി അടുത്ത
1.5 വർഷം ജിത്തുവിന് സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ജിത്തുവിന്റെ ഒരു ഭാഗം ഭയങ്കര സന്തോഷം. സത്യം അയ്യോ അങ്ങനെ യാതൊരു അത് അന്നും അതെ ഇന്നും അതെ. അപ്പൊ ഒരു ഭയങ്കര സെൽഫ് അഷ്യോർഡാണ്. അതായത് അയ്യോ ഞാനിനി അടുത്ത മാസം ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. പിന്നെ ജിത്തു ദൃശ്യം എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായ സിനിമ ചെയ്ത് സക്സസിന്റെ ഏറ്റവും ഹൈറ്റ്സിൽ നിൽക്കുമ്പോഴും എനിക്കറിയാം ജിത്തു ഒരു പുതുമുഖ നടനെ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാലും ജിത്തുവിന് ആ ആക്ടർ നിൽക്കുന്ന സ്ഥലത്ത് പോയി ആക്ടറെ കണ്ട് ആക്ടറുടെ സ്ക്രിപ്റ്റ് പറഞ്ഞ് സ്ക്രിപ്റ്റിന്റെ കോപ്പി കൊടുത്ത് ആ ആക്ടറിന്റെ അഭിപ്രായം കേൾക്കാനൊന്നും അങ്ങനെ യാതൊരു ജിത്തു അടുത്ത എഴുതുന്ന സ്ക്രിപ്റ്റില് എന്റെ ചേട്ടനും ബിജു ചേട്ടനും ആണ് അഭിനയിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരിക്കൽ എന്റെ ചേട്ടൻ വിളിച്ചു എന്നെ. രാജു അതിനകത്ത് ഇന്നൊരു സ്ഥലത്തെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ജിത്തുവിനോട് ഞാൻ എങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും വേറെ ആരോട് പറയാൻ പേടിച്ചാലും ജിത്തുവിനോട് പറഞ്ഞു. ഒന്നുകിൽ അത് എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ എഴുതിയെന്ന് ജിത്തു വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും, അതല്ലെങ്കിൽ ജിത്തു മാറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, ഞാൻ ശരിയാട്ടോ ഞാൻ ഇയാൾ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇപ്പൊ ഈ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നല്ലതാണ് സ്വീകരിക്കും. അതിനകത്ത് അത് എന്നെ പഠിപ്പിച്ചു തന്നത് ആരെന്നറിയോ? ജയരാജ് സാർ.